കർത്താവെ, അങ്ങയുടെ മക്കൾ ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്തവർ, അവിടെ വിചാരിക്കുന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടാത്തവർ, വിചാരിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവർ, അങ്ങനെ ഓരോരോ അരച്ചിൽ വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, ആ സ്കൂളിൽ കീഴിൽ ഞാൻ പഠിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. അവർ പറയണം മാതാപിതാക്കന്മാർക്ക് മനസ്സിലാവണില്ല, എവിടെയും കിട്ടിയാൽ പോരെ, എങ്ങനെയും പഠിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴേ മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ആ മക്കൾക്ക് അറിയാം ആ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മാത്രമേ ഇതിന് സ്കോപ്പുള്ളതെന്ന് അറിയാം. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കന്മാർ മനസ്സിലാക്കാൻ ചിലരെ പറ്റണില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്, പരസ്പരം മാനസികമായിട്ട് അകന്നു പോയവരുണ്ട്, ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടെ മുന്നേറാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ അവിടെ ചെല്ലണം, അമ്മ അവരുടെ കൂടെ അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് മാനുഷികമായി പരാജയപ്പെട്ടെടുത്ത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ആ കുടുംബം ഐക്യപ്പെട്ട് വരണം. യേശുക്രിസ്തു നാമം അവർ പേറണം. ആ നാമം ലോകത്തിന് കൊടുക്കാനോ സുഖത്തിന് ഉപകരണമാകണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരിപ്പോൾ കാണുന്നുണ്ട്, മക്കളില്ലാത്ത അമ്മമാരെ കാണുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാട് വലതുകരത്താൽ കർത്താവ് ആശീർവദിക്കട്ടെ.